യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ദയവായിട്ട് ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ ദയവായി വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പുരുഷാരത്തെ കണ്ടാറെ മനമേൽ കയറി അവൻ ഇരുന്ന ശിഷ്യൻ ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തീവായി ഒഴിഞ്ഞ് അവരോട് ഉപദേശം നൽകാനും. ഈ പ്രത്യേക വേദഭാഗം നമുക്ക് വളരെ പരിചിതമാകുന്ന യേശുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ആ തിരുവചന ഭാഗത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ക്രമമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവരാകുന്ന കർത്താവ് പഠിപ്പിച്ചതാകുന്ന ഉപദേശങ്ങളുടെ പ്രാരംഭവാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇന്നു മുതൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ വേദഭാഗമാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്ര ആഴ്ച ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ പ്രാധാന്യമുള്ളതാകുന്ന ഉപദേശമാണ്. ഇത് വിശുദ്ധിയുടെ ഉപദേശമാണ്. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞതും എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ആരും ഗൗരവത്തോടെ കാണാത്തതുമാകുന്ന ഒരു തിരുവചന ഭാഗം. ഇതിനെ വേണ്ട നിലയിൽ മനസ്സിലാക്കുവാനും ദൈവസഭയിൽ if I may say so 99% കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു ദുഃഖകരമാകുന്ന സത്യമാണ്. എന്നാൽ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ തിരുവചന ഭാഗങ്ങളെ പഠിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വചനഭാഗത്തെ ആസ്പദമാക്കി കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഭാഗം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിന് വളരെ പ്രാർത്ഥന ആവശ്യം. കാരണം whenever we try to speak on spiritual perfection themes, I know a battle line is drawn between the hell and the preacher. ദൈവവചനത്തിലെ അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങളെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ നരകവുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥന ആവശ്യമാണ്. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, വേണ്ട നിലയിൽ ഈ വചനം ഹൃദയങ്ങളിൽ വീഴാതിരിക്കുവാൻ വിചാരി ശ്രമിക്കും. അതിനാണ് ആദ്യം ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉപയോഗിക്കും. അതിലവൻ വിജയിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഈ കേട്ടതാകുന്ന വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കാതെ വണ്ണം അതിനെ ഇല്ലാതെയാക്കി കളയും. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവഹിതം ചെയ്ത് കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുവാൻ പിശാചിനൊട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതാകുന്ന ദൈവവചന ശുശ്രൂഷ ഇറ്റ് ഈസ് fraught with danger, I should say, but I am not afraid. കാരണം ദൈവം എന്നെ ഇത് ഗ്രഹിപ്പിച്ചെങ്കിൽ, ദൈവം ഇത് എന്റെ പക്കൽ ഏൽപ്പിച്ചുവെങ്കിൽ ഇത് പറയുവാനുള്ള സകല റിസോഴ്സസും എന്റെ കർത്താവിന്റെ സന്നിധാനത്തിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ഭയമില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് തുടരാം. വളരെ വളരെ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. ഈ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് പൊതുവെ
ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊരു തെറ്റായ ധാരണ വേണ്ട നിലയിൽ ഇതിനെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പറയുന്ന കാര്യമൊക്കെ പ്രായോഗികമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാല്, ഒരുത്തം വന്ന് എന്നെ ചള്ളയ്ക്ക് അടിക്കുന്നു. അപ്പൊ ഞാന് ഇങ്ങനെ ചള്ളയുടെ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ കർത്താവ് പറയുന്നു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. രണ്ട് കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും ഒറ്റ കണ്ണനായിട്ട് നിത്യജീവനിൽ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഈ വാക്കുകളൊക്കെ പ്രായോഗികമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഉപദേശത്തിലുള്ളത് കൊണ്ട് അതെന്താണെന്ന് ഗ്രഹിപ്പാൻ അനേകർക്കും കഴിയാത്തത് കൊണ്ടും ഇത് പലപ്പോഴും വായിച്ചിട്ടുള്ളതും വായിക്കുന്നതും ചെറുപ്പം മുതലേ യേശുവിന്റെ ഗിരിപ്രഭാഷണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണെങ്കിലും അത് മനസ്സിലാക്കുവാനോ അതിനെ ഉൾക്കൊള്ളുവാനോ ദൈവസഭയ്ക്ക് കഴിയാത്തതാണ് ദൈവസഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഈ ഉപദേശങ്ങളൊക്കെ അക്ഷരീകമായിട്ട് തന്റെ ജീവിതത്തിൽ താൻ അനുവർത്തിപ്പാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തി. ഏറെക്കുറെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. ഏറെക്കുറെ ഈ ഉപദേശങ്ങളെ ഒത്തിരി ഗുരുക്കന്മാര് കടമെടുത്ത് അവരുടേതായിട്ട് പഠിപ്പിക്കുന്നുമുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ബാംഗ്ലൂരിലുള്ളതാകുന്ന ഒരു സ്വാമിയുണ്ട്, ശ്രീ രവിശങ്കർ, ആർട്ട് ഓഫ് ലിവിംഗ്. അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ ഗിരിപ്രഭാഷണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശങ്ങളെ അതിനെ ഉൾക്കൊണ്ടിട്ട് അതിന് ചില കാര്യങ്ങളൊക്കെ പ്രായോഗികമായിട്ട് അതിനോടൊപ്പം ചേർത്ത് ഉള്ളതാകുന്ന ഉപദേശമാണ് ആർട്ട് ഓഫ് ലിവിംഗ്. അപ്പൊ അങ്ങനെ ഈ ഉപദേശത്തെ അവിശ്വാസികളാകുന്ന ദൈവമക്കളല്ലാത്ത ഒത്തിരി പേര് ഇതിന്റെ മൂല്യത്തെ അല്ലെങ്കിൽ ഇതിന്റെ ധാർമ്മിക മൂല്യത്തെ, ഇതിന്റെ ആത്മീക മൂല്യത്തെ അല്ല, അതിന്റെ ധാർമ്മിക മൂല്യത്തെ മനസ്സിലാക്കിയിട്ട് ഇതിനെ വിശ്വസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ ദൈവസഭ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നുമില്ല, അത് വിശ്വസിക്കുന്നുമില്ല, അതിനെ അനുഷ്ഠിക്കുന്നതുമില്ല. ഇതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പരാജയം. ചില വർഷങ്ങൾക്ക് മുൻപ് മിഡിൽ ഈസ്റ്റിൽ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം കൺവേർട്ടായിരുന്ന പാസ്റ്റർ ഇസ്കന്ദർ ജദീദ് എന്ന് പറയുന്ന ആ വിശുദ്ധൻ, ഞാൻ ബൈബിൾ സ്കൂളില് എന്റെ തീസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ബുക്ക്, ഒത്തിരി ബുക്കുകൾ റെഫർ ചെയ്തതിൽ ഈ മനുഷ്യന്റെ ബുക്ക് ഞാൻ റെഫർ ചെയ്തു. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്ന ഒരു 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 സെന്റൻസ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. എങ്ങനെയാ പറഞ്ഞത്? ഇഫ് ഓൾ ക്രിസ്ത്യൻസ് were Christians, there would be no Islam today. If all Christians were Christians, there would be no Islam today. എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളായിരുന്നു എങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ചരിത്രം അറിയാവുന്നവർക്ക് ഏറെക്കുറെ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും. അതിന് ആ ഭാഗത്തോട് എന്റെ വിഷയം അത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ യേശുവിന്റെ ആ രാജ്യം
അത് ഭക്ഷണവും പാനീയവുമല്ല. പിന്നെ എന്താ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ മഹാരാജാവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആ ഗൗരവത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെയായിരിക്കും. ആർക്കും അലക്ഷ്യമായിരിക്കുവാൻ അനുവാദമില്ല. ഞാനല്ല ഇവിടെ നിൽക്കുന്നത്, മഹാരാജാവ് ഇവിടെ ഉണ്ട്. അതാ വിഷയം. അപ്പോൾ ദൈവവചനത്തിലേക്ക് നമ്മൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് ആഗ്രഹിക്കുക. യേശു കർത്താവ് ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ട് വളരെ പ്രായോഗികമാകുന്ന നിത്യ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും സംസാരിച്ചത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരുപക്ഷെ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. യേശു കർത്താവ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറഞ്ഞതിനേക്കാളും കൂടുതൽ പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവിന്റെ മുഴുവൻ സേയിങ്സും എടുത്താൽ അതിന്റെ 15% 15% പണത്തെക്കുറിച്ചും അപ്രകാരമുള്ള വ്യവഹാരങ്ങളെ കുറിച്ചുമാണ് യേശു പറഞ്ഞത്. എന്തുകൊണ്ടാണ് യേശു അത് പറഞ്ഞത്? യേശു പറഞ്ഞ ഈ കാര്യം, ഭൗതിക വസ്തുക്കളോടുള്ളതാകുന്ന ആസക്തി, അത് മനുഷ്യനില് അധികമായിട്ടുണ്ടെന്ന് എന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനറിയാം. അതുകൊണ്ട് സ്വർഗം നരകത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ യേശു കർത്താവ് പണത്തെക്കുറിച്ച് പറഞ്ഞു. യേശുവിന്റെ ഈ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ഈ ഉപദേശങ്ങൾ എന്തെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. എങ്കിലും ഞാൻ പെട്ടെന്ന് പറയട്ടെ. യേശു കർത്താവ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ദൈവം ആഗ്രഹിക്കുന്ന നീതി എന്തെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ. എന്താ യേശു അർത്ഥമാക്കിയത്? അർത്ഥമാക്കിയത് ഇതേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കുല ചെയ്യരുതെന്ന്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ ആരാ? കുലപാതകൻ. അപ്പോൾ യേശു കർത്താവ് നീതിയെക്കുറിച്ച് പറഞ്ഞു, പണത്തെക്കുറിച്ച് പറഞ്ഞു, കുടുംബ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. യേശു കർത്താവ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള സകല ബന്ധങ്ങളെക്കുറിച്ചും സകല വ്യവഹാരങ്ങളെക്കുറിച്ചും വ്യക്തതയോടെ സ്വർഗരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ്, അതിന്റെ മാനദണ്ഡം ഇതാണെന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായങ്ങൾ പുൾപിറ്റിൽ നിന്ന് കേൾക്കാറുമില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ നിത്യജീവിതത്തെ സംബന്ധിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ മാനദണ്ഡം എന്ത്? അതാ യേശു പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എത്ര കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഉപവാസം എങ്ങനെയായിരിക്കണം, നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം, നമ്മുടെ നിക്ഷേപം എങ്ങനെയായിരിക്കണം എന്നുവേണ്ട ഈ കാര്യങ്ങളെല്ലാം യേശു വിശദമായിട്ട് പറഞ്ഞു. മറ്റൊന്ന്,
യേശു പറഞ്ഞതാകുന്ന ഈ കാര്യങ്ങളാണ് ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ വിശദീകരിച്ചേക്കുന്നത്. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ഏറ്റവും പ്രാഥമികമായിട്ട് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൈവസഭ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനും അനുസരിപ്പാനും തയ്യാറാകുമെങ്കിൽ ഹല്ലേലൂയ, യേശു പഠിപ്പിച്ചതുപോലെ തന്നെ നിന്റെ രാജ്യം വരേണമേ എന്ന് കർത്താവ് പഠിപ്പിച്ചത് ഇവിടെ ഈ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും. ഇന്ന് പലർക്കും ഇതൊരു ഫാൻസിഫുൾ ഇമാജിനേഷനാണ്. എന്നാൽ യേശു അതല്ല അർത്ഥമാക്കിയത്. ഇത് റിയലാണ്, ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ നന്നായി ഗ്രഹിക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ബൈബിൾ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ വിശദമായിട്ട് അതിന്റെ രൂപരേഖ ഇപ്പോൾ തരുന്നില്ല. നമ്മൾ സന്ദർഭവശാൽ അത് പഠിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത ഇത് പ്രായോഗികമാണെന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നല്ലതാ. യേശു പറഞ്ഞ ഉപദേശിച്ച കാര്യങ്ങൾ എത്ര മനോഹരമാണ്. അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് ചെയ്യുക. എത്ര നല്ല ആശയങ്ങളാണ്. പക്ഷെ ഉപദേശം ഇത് പ്രായോഗികമാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഒക്കുന്ന കാര്യമാണോ? ഞാൻ പറയാം, എനിക്ക് എന്റെ ശക്തിയിൽ ഇത് പ്രായോഗികമല്ല. ഉള്ളവരെ, എന്നാൽ ഇതിൽ ഒരടിസ്ഥാനപരമാകുന്ന വിഷയം നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ ഇത് പ്രായോഗികം. എന്തുകൊണ്ടെന്നാൽ മാനുഷികമാകുന്ന ശക്തിയിലല്ല ദൈവവചനത്തെ നമ്മൾ അനുസരിക്കുന്നു. നേരെ മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണത്തിൽ കൂടെ മാത്രമേ ദൈവവചനത്തെ അനുസരിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇന്ന് ദൈവസഭയ്ക്ക് പറ്റിയേക്കുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, നിത്യ ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ പ്രൈമർലി, പ്രാഥമികമായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നത് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്താനാണ് ആത്മാവിനെ തന്നേക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്രായോഗികമെന്ന് നമുക്ക് തോന്നുന്ന മാനുഷികമാകുന്ന ശക്തിയിൽ അസാധ്യമായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഉപദേശങ്ങളെ നിത്യജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ഈ ഉപദേശങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആരോടാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ തനിക്കു വേണ്ടി ഒരു ജനത്തെ വേർതിരിക്കുക എന്നുള്ളതായിരുന്നു. പഴയ നിയമം നമ്മൾ പഠിച്ചാലും പഴയ നിയമത്തിലുടനീളം ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്.
നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ എന്റെ വകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയുള്ളവര്. ഇതാ പഴയ നിയമത്തിൽ മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ അവരോട് പറഞ്ഞു. ഈ കാര്യം പഴയ നിയമകാലത്തുള്ള വിശുദ്ധന്മാർ അല്ലെങ്കിൽ യഹൂദന്മാർ, ഇസ്രായേല്യർ അത് പലപ്പോഴും മറന്നുപോയി. ദൈവം വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയച്ചു. അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നില്ല. നിങ്ങൾ സെപ്പറേറ്റാണ്. നിങ്ങളുടെ ബിഹേവിയർ വ്യത്യസ്തമായിരിക്കണം. നിങ്ങളുടെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കണം. കേട്ടില്ല? ഇത് കേൾക്കാനായിട്ട് ആ കാലത്തും ജനമില്ലായിരുന്നു. പിന്നെ ഏത് കേൾക്കാനായിരുന്നു ജനം ഉണ്ടായിരുന്നെന്നറിയാം. ജനം ഈ കാലത്തിൽ എന്ന പോലെ ആ കാലത്തും ചെവി കൊടുത്ത സന്ദേശങ്ങളുണ്ട്. അത് യെരമ്യാവ്, യെഹെസ്കേൽ തുടങ്ങിയ പ്രവാചകന്മാർ വിവരിച്ചിട്ടുണ്ട്. യെരമ്യാവ് എന്ന് പറഞ്ഞു, മാനസാന്തരപ്പെട്ട് നിങ്ങൾ മനം തിരിയുന്നില്ലെങ്കിൽ ശിക്ഷ വരാൻ പോകുകയാണ്. അപ്പോൾ വേറെ ഒരു കൂട്ടർ വന്ന് പറഞ്ഞു, ഈ നഗരത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സമാധാനം 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 എന്ന് പറഞ്ഞ് സമാധാനമില്ലാതെ ഇരിക്കെ ജനത്തിന് ലഘുവായ ചികിത്സ ചെയ്യുന്ന ഒത്തിരി പേർ ആ കാലത്തിലും ഉണ്ടായിരുന്നു, ഈ കാലത്തിലുമുണ്ട്. ആ സന്ദേശം കേൾക്കാൻ സുഖകരമായിരുന്നു. എന്നാൽ ദൈവാലയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ വചനം കേൾക്കുക എന്ന് പറയുന്ന യിരെമ്യാവിനെ കേൾക്കുവാൻ അവർക്ക് മനസ്സായില്ല. പക്ഷെങ്കിൽ ചരിത്രത്തിന്റെ ഒരു ഗതികേടെന്ന് പറഞ്ഞ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. അന്ന് അങ്ങനെ സംഭവിച്ചു. അത് മുൻകുറിയായിട്ട് നിൽപ്പുണ്ടെങ്കിലും ഇന്നിത് പറയുമ്പോഴും ഇത് കേൾക്കാൻ മനസ്സില്ല. ഹിസ്റ്ററി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയരെ, സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് സമാധാനമില്ലാതെ ഇരിക്കെ ലഘുവായ ചികിത്സ ചെയ്യുന്നവരെ അല്ല നമുക്ക് ആവശ്യം. ദൈവവചനത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് എന്നോട് പറയുന്ന പ്രസംഗങ്ങൾ വരട്ടെ. ക്രിസ്തുവിന്റെ ക്രൂശും അവിടുത്തെ സ്നേഹവും എന്നോട് വർണ്ണിക്കുന്ന 1000 സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇത് വളരെ ചുരുക്കമാണ്. And I have a big concern for the church of God. And I know every true prophet of God has that concern. ഈ ഒരു പശ്ചാത്തലമാണ് പഴയ നിയമത്തിന്റെ പശ്ചാത്തലം. ആ സന്ദർഭത്തിലാണ് യേശു രംഗപ്രവേശനം ചെയ്യുന്നത്. യേശുവിന്റെ പ്രസംഗം എന്തായി? യേശുവിന്റെ പ്രസംഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യേശു പ്രസംഗിച്ചത് എന്തെന്നുള്ളത് ഈ പ്രധാന സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നു. അതിന്റെ 4-ാമത്തെ അധ്യായം 17-ാം വാക്യവും 23-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചു. അന്ന് മുതൽ യേശു
സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു. നോക്കുക, യേശു പറഞ്ഞു സ്വർഗരാജ്യം എന്തിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു. 23-ാം വാക്യം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും. രാജ്യത്തിന്റെ സുവിശേഷം എന്താ യേശു പറഞ്ഞു? സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ത് ചെയ്യുന്നു? വരുന്നു. യേശു അർത്ഥമാക്കിയതെന്ന്, യേശു പറഞ്ഞത് യഹൂദന്മാർക്ക് മനസ്സിലായി. യഹൂദന്മാർ ഓർത്തിരുന്നത് എന്താണെന്നറിയാമോ? മിശിഹ വരും, മിശിഹ വന്നിട്ട് ഈ റോമൻ യോക്കിന്റെ അധീനതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. ഈ ഒരു ചിന്തയായിരുന്നു യഹൂദന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ യേശുവിനോട് ഈ ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, റോമ പടയാളികളാണ് പലസ്തീനിൽ മുഴുവനുള്ളത്, അവരുടെ ഗാരിസൺസ് ഉണ്ട്, അവരുടെ ഭരണത്തിന്റെ കീഴിലാണ്, സിസ്റ്റമാറ്റിക് റൂള, ഇരുമ്പുകൾ കൊണ്ടുള്ള റൂള. ഒരു റോമ പടയാളി ഇങ്ങോട്ട് വന്നേച്ച് അവന് തോന്നുകയാണ്, ഒരു യഹൂദനെ കണ്ടേച്ച്, കമാൺ, എന്റെ ആംസ് ആൻഡ് അമ്യൂണേഷൻ നിന്റെ തലയോട്ട് വെക്ക്, എന്റെ കൂടെ വാ. അവന് ചെയ്തേ പറ്റില്ല. യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, നീ വന്നല്ലോ, നീ സ്വർഗരാജ്യം പ്രസംഗിച്ചുകൊണ്ട് വന്നല്ലോ, ഞങ്ങൾ നിന്നെ അനുഗമിപ്പാനും തുടങ്ങി. ഒരുവൻ ഞങ്ങളോട് ഒരു നാഴിക പോകാൻ ആവശ്യപ്പെട്ട ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ഒരു റോമ പടയാളി വന്നിട്ട് അവൻ പറയാ, കമാൺ, എന്റെ ഈ പരിചയം, ഈ കവച വസ്ത്രങ്ങൾ വരെ എടുത്തോണ്ട് എന്റെ കൂടെ വാ. കർത്താവേ, ഞങ്ങളിപ്പോ നിന്റെ രാജ്യത്തിലായില്ലേ, നീ നിന്റെ രാജ്യം സ്ഥാപിക്കാനല്ലേ വന്നത്, സ്വർഗരാജ്യം. ഇനി ഇവൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കണം. ജനമെല്ലാം they were looking to Jesus. ഒരു പഞ്ച് ഇൻ ദ നോസ് ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാളെ മുതല് ഇനി അവൻ നിന്റെ തോളത്ത് തട്ടിയിട്ട് ഒരു നാഴിക എന്റെ കൂടെ വരാൻ പറഞ്ഞാൽ ഒരു നാഴിക നടന്നേച്ച് അവനോട് ചോദിക്കണം, സർ, would you mind if I carried it the second mile also? യേശു പറഞ്ഞു, അവനോട് പറയണം, അടുത്ത ഒരു നാഴികയൂടെ ഞാൻ ഇത് ചുമന്നുകൊണ്ട് നിന്റെ കൂടെ വരട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സ്വർഗരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് യഹൂദന്മാര് പ്രതീക്ഷിച്ച സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു. എനിക്കറിയാം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വലിയ ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരികയും, അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അപ്പൊ പൗലോസിന് ഉറപ്പുണ്ട്, ഞാൻ പ്രസംഗിച്ചത് എന്താ? ദൈവരാജ്യം. യേശു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്നാ, അതെന്താണെന്നുള്ളത് യേശു പഠിപ്പിക്കുന്നു. യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ ശേഷം ഈ ശിഷ്യന്മാര് യേശുവിനെ കണ്ടു, ഭയങ്കര സന്തോഷമായി ഒലിവ് മലയോളം അവരെ കൊണ്ടുപോയി. യേശു അവിടെ ചെന്നേച്ച് അവിടെ ഇരിക്കുമ്പം ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഗുരു,
ഈ കാലത്താണോ നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? ആ ചോദ്യത്തിന് വലിയ പ്രസക്തി. കാരണം അതുവരെ യേശുവിനെ പിടിക്കാമായിരുന്നു, ഒറ്റിക്കൊടുക്കാമായിരുന്നു, അവനെ ക്രൂശിക്കാമായിരുന്നു, അവനെ കല്ലറ വെക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശു എങ്ങനെയാ? കഥ അടച്ചിരിക്കുമ്പോ നടുക്ക് വന്നേശു പറയും, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ ഇനി ആരെയും പിടിക്കാൻ വന്നാൽ പിടിക്കാൻ നടക്കൂ? നടക്കില്ല. അവര് ചിന്തിച്ചു, ഈ കാലത്താണോ നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? യേശു പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണേ. യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാ. അവനവരോട് ആ കാര്യമൊക്കെ അവരിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പലസ്തീനിലുള്ള യഹൂദന്റെ രാഷ്ട്രമല്ലേ? എന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പറയുന്ന രാജ്യം പലസ്തീനിന്റെ ബൗണ്ടറിക്കുള്ളിലാണെങ്കിൽ എന്റെ രാജ്യം പലസ്തീന്റെ ബൗണ്ടറിക്കുള്ളിലല്ല. അത് ശമര്യയും ഭൂമിയുടെ അറ്റത്തോളമുള്ള രാജ്യമാണ് എന്റെ രാജ്യം. മനസ്സിലായോ? അപ്പൊ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഇതാ സ്വർഗരാജ്യം. എന്താ സ്വർഗരാജ്യം? നമ്മളാ സ്വർഗരാജ്യം. അതിന് വാക്യമുണ്ട്, ഉപദേശി വാക്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ നമ്മെ രാജ്യവും ഗുരുതന്മാരും ആത്മീയമായവര് നോക്കുക. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും നമ്മെ എന്താക്കി? നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ പാപം പോക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് യാഗമാക്കിയിട്ട് നമ്മളുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിൽ ഹല്ലേലൂയ യഹൂദന്മാർ മാത്രം ദൈവത്തിന്റെ ആ മക്കളെന്നുള്ള പദവി അവകാശപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചിട്ട് നമ്മുടെ പാപങ്ങളെ എല്ലാം അവന്റെ രക്തത്താൽ പോക്കിയിട്ട് നമ്മളെ എന്താക്കി? നമ്മെ രാജ്യമാക്കി. രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? കിങ്ഡം. കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? കിങ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ ഡെമോക്രസി അല്ല, ജനാധിപത്യമല്ല. കിങ്ഡത്തിൽ എന്താണെന്നറിയാമോ? അവിടെ ധന്യനാകുന്ന ഏകാധിപതിയാകുന്ന രാജാവ് കിരീടം ധരിച്ച് സിംഹാസനത്തിൽ വാഴുകയാണ്. അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം യേശു രാജാവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. 1-ാം നൂറ്റാണ്ടില് എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് പീഡനമേൽക്കേണ്ടി വന്നതെന്നറിയാം? അതിന്റെ ഒന്നാമത്തെ കാര്യം, യേശു കർത്താവാണെന്ന് അവരേറ്റു പറഞ്ഞു. യേശു കർത്താവാണെന്ന് ഏറ്റു പറയണമെങ്കിൽ ചുമ്മാ ഏറ്റു പറയാൻ ഒക്കെയില്ല. പിന്നെ എങ്ങനെ ഏറ്റു പറയാനൊക്കത്തുള്ളൂ?
പരിശുദ്ധാത്മാവിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്നാ? ഇന്ന് ചുമ്മാതെ എഴുന്നേറ്റ് നിന്ന് കൈ പൊക്കിയേച്ച് യേശു കർത്താവാണെന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കപ്പെട്ടു. അതല്ല അതിന്റെ അർത്ഥം. പൗലോസ് എന്താ അർത്ഥമാക്കിയത്? അതിന്റെ അർത്ഥം ഇതാ: പടയാളി അപ്പുറത്ത് നിൽപ്പുണ്ട്, മൂർച്ച കൂടിയ വാളും അവന്റെ അരിക്കലിരിപ്പുണ്ട്. എന്നിട്ട് ചോദിക്കും, സീസർ കർത്താവെന്ന് പറ, കൈസരാണ് കർത്താവെന്ന് പറ, കൈസരാണ് രാജാവെന്ന് പറ. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ ചെയ്യുമെന്നറിയാമോ? പേടിയ തേച്ചു മിനുക്കിയിരിക്കുന്ന വാള് കാണുമ്പോ ഭയമ. എന്നാൽ അതിനെ നോക്കിക്കൊണ്ട് പറയും, ജീസസ് ഈസ് ലോർഡ്. തേച്ചു മിനുക്കിയ വാളിന്റെ മുന്നിൽ യേശു കർത്താവെന്ന് കൺഫസ് ചെയ്യാൻ എങ്ങനെയാ കഴിഞ്ഞത്? പരിശുദ്ധാത്മാവിനെ കഴിഞ്ഞത്, സ്വന്തം ശക്തിയിലല്ല. ഇതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഈ കുറുക്കു വഴിയുടെ പരിപാടി അല്ല അവിടെ ഉപയോഗിച്ചിരുന്നത്. ദാറ്റ് ഈസ് ദ മീനിങ്. യേശു കർത്താവെന്ന് ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ യേശു എന്റെ കർത്താവ്, ആ ധന്യനായ ഏകാധിപതി തിരുവായി മൊഴിയുന്നതാണ് എന്റെ റൂള്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ രാജഭരണമാണ്. ഇവിടെ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാ സങ്കല്പിക്കുക, രാജഭരണമാണ്. ഇവിടുത്തെ റൂൾ എന്തുവാ? എമീർ പറയുന്നത് ഇവിടുത്തെ റൂള് അല്ലേ? കാരണം അദ്ദേഹം ഇവിടുത്തെ രാജാവ്. ഈ രാജ്യത്ത് താമസിക്കണമെങ്കിൽ അവിടെ ഇന്ത്യയിലൊക്കെ ഭയങ്കര വില്ലന്മാരായിട്ട് നടക്കുന്ന പാർട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ടി ഓടിച്ചാൽ ആയുസ് ബെൽറ്റിടാത്ത പുള്ളികളും ഇവിടെ വരുന്നോണെ ആദ്യം പിടിച്ചിരിക്കണം. കാര്യമല്ല, ഈ രാജ്യത്ത് രാജഭരണം റൂൾ അനുസരിച്ച്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, റൂൾ അനുസരിക്കുവാൻ തക്കവണ്ണം രാജഭരണത്തിന്റെ കീഴിൽ വന്നേക്കുകയാണെന്നുള്ള ബോധ്യം ദൈവജനത്തിനുണ്ടാകണം. അതാ ഗിരിപ്രഭാഷണം. അതിന് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് സമയമില്ല, എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയെങ്കിലും 1-2 വാക്കുകളൂടെ പറയട്ടെ. അപ്പോൾ യേശു ഗിരിപ്രഭാഷണം ആരോടാ പറഞ്ഞെന്നറിയാമോ? എല്ലാരോടും അല്ല പറഞ്ഞത്. പിന്നെ ആരോടാ? ശിഷ്യന്മാരോടാ പറഞ്ഞത്. ഡിസൈപ്പിൾസിനോട് പുരുഷാരം വന്നു. പക്ഷെങ്കിൽ തിരുവായി മൊഴിഞ്ഞ് പറയാൻ തുടങ്ങിയത് ആരോട്? ശിഷ്യന്മാരോട്. അതിന്റെ സമാന്തര വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അവിടെയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 12 മുതൽ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം സമാന്തരമായിട്ട് ഇത് കാണാൻ കഴിയും. അതിനുശേഷം അതിന് 20-ാം വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്. അപ്പൊ പുരുഷാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരെ നോക്കി. യേശുവിന്റെ ടാർഗറ്റ് ഓഡിയൻസ് പുരുഷാരുണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു? ശിഷ്യന്മാർ. അങ്ങനെയെങ്കിൽ ഇന്നും ദൈവാത്മാവിന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോഴും ശിഷ്യന്മാരോടെ പറയണം, ദൈവരാജ്യത്തിലായവരോടെ പറയണം. അല്ലാത്തവർക്ക് ഇത് തിരികത്തുമില്ല, ഇത് അപ്രായോഗികമെന്നവര് സമ്മതിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നാമത്തെ
ഇന്നത്തെ വിഷയം, നീ പുരുഷാരത്തിലാണോ ഇപ്പോഴും അവർ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണ്? This is very, very important. ഈ പുരുഷാരത്തിനും ശിഷ്യന്മാർക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് ധ്യാനിക്കുന്ന ഒരു വേദഭാഗം പ്രഭാതത്തിൽ. ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പുരുഷാരത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഞാൻ വായിച്ചു. പുരുഷാരം, വലിയ പുരുഷാരം എന്ത് ചെയ്തെന്നറിയാമോ? യേശുവിനെ പിൻപറ്റി. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരും ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, 4-ാമത്തെ അധ്യായം 23 മുതലുള്ള വാക്യം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. നോക്കുക, യേശു ഗലീലയിലെല്ലാം ചുറ്റി സഞ്ചരിച്ചു. അവരുടെ രോഗികളെ ഒക്കെ സൗഖ്യമാക്കി. പിന്നെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലുള്ളവരെയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. 25 ലാസ്റ്റ് സെന്റൻസ് വായിച്ചു. വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. വളരെ പുരുഷാരം എന്ത് ചെയ്തു? അവനെ പിന്തുടർന്നു. അപ്പോൾ ഈ പുരുഷാരത്തെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ശിഷ്യന്മാരെ തമ്മിൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയത്തില്ല. കാരണം ക്ലീൻ ഷേവ, വെള്ളം ഇട്ടിട്ടുണ്ട്. ദൈവത്തെ എന്നോട് ക്ഷമിക്കുന്നത്, ഒരുപാട് പലരും വെള്ളം നിങ്ങളെ കുറിച്ച് ശങ്ക പറയുന്നു. നല്ലത്, എല്ലാവരും വെള്ളം കെട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. കണ്ടാൽ തിരിച്ചറിയത്തില്ല. കാരണം എന്താ? ഇന്നത്തെ പോലെ മേക്ക് ബിലീവ് അത്ഭുതങ്ങളൊന്നും അല്ല. ഇന്ന് കുരുടൻ കേൾക്കുകയും മുടന്തൻ സംസാരിക്കുകയും ചെയ്യുന്ന പരിപാടി അല്ലായിരുന്നു അന്ന്. മനസ്സിലായോ? അന്ന് മുടന്തൻ നടക്കുന്ന അത്ഭുതമായിരുന്നു. അതായിരുന്നു ഇവിടെ സംഭവിച്ചത്. എന്തെല്ലാം അത്ഭുതങ്ങൾ! ഈ വലിയ പുരുഷാരം യേശുവിനെ അങ്ങ് പിന്തുടരുക. അങ്ങനെ പിന്തുടർന്ന് ഒരു ദിവസം യേശുവിനെ അടുത്ത് എന്ന് പറഞ്ഞു, യേശുവേ, നീ ഞങ്ങളുടെ രാജാവാകും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. ഇവരെല്ലാം കൂടെ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം യേശു ചെയ്തതെല്ലാം നോക്കിയാൽ ശിഷ്യന്മാരെ വള്ളത്തെ കയറ്റി ഉന്തി വിട്ടു. ഇവിടെ നിന്നേക്കെ. കാരണം അറിയാം, ഇവരുടെ ഉള്ളിൽ എപ്പോഴുമുള്ള ചിന്ത എന്നാന്നറിയാമോ? രാജ്യം. വായിച്ചിട്ടുണ്ടോ? ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. നിർബന്ധിച്ചയച്ചെന്നാ ബൈബിൾ ചെയ്യുന്നത്. കാരണം ഈ പുള്ളികളെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ കാര്യം നടക്കുകയാണെന്ന് യേശുവിന് നന്നായിട്ടറിയാം. കാരണം എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ആത്മീക രാജ്യത്തെ കുറിച്ച് യേശു പറയുമ്പോൾ ബൗണ്ടറികളില്ലാത്ത വിശാലമാകുന്ന കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് തിരിയുന്നത് പലസ്തീനിലെ രാജ്യം. അപ്പൊ ഇവരെ ഇവിടെ നിർത്തിയാൽ സംഗതി വെച്ചതാണെന്ന് യേശുവിനറിയാം. അതുകൊണ്ട് ആദ്യമേ അവരെ അക്കരയ്ക്ക് കേട്ടു. ജനമെല്ലാം കൂടെ വന്ന് പറഞ്ഞു, നീ എന്താകണം? ഞങ്ങളുടെ രാജാവാകണം. കാരണം എന്താണെന്നറിയാമോ? നീ രാജാവായാൽ ഈ പലസ്തീനിൽ എവിടെയെങ്കിലും ഒരപ്പം ഉണ്ടെങ്കിൽ, എല്ലായിടത്തും ക്ഷാമം വന്നാലും ഒരപ്പക്കഷണം നിന്റെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടും? അപ്പം കിട്ടും. നീ രാജാവായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിക്ക് എന്തോ കിട്ടും? സൗഖ്യം കിട്ടും.
ഓക്കെ, യേശുവിനെ തിരക്കി ഈ ജനമെല്ലാം കൂടെ കവർന്നുഭൂമിൽ ചെന്നു. അയ്യോ ഗുരു, ഞങ്ങൾ നിന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു ചോദിച്ചു, എന്തിനാ എന്നെ തിരഞ്ഞ്? എന്നിട്ട് യേശു തന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അടയാളം കണ്ടതുകൊണ്ടല്ല. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ എന്റെ പരസ്യ ശുശ്രൂഷയുടെ 1-ാം ദിവസം മുതൽ അടയാളം ചെയ്യുകയായിരുന്നു. അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിലെ വഴി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബോർഡ്, ഒരു ചെറുക്കൻ ഒരു സഞ്ചിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പടം. എന്താ അതിന്റെ അർത്ഥം? സ്കൂളിൽ പറയുന്നേ, സ്കൂളുണ്ട്. ആ ബോർഡാണോ സ്കൂള്? അല്ല. പിന്നെ അവിടെ സ്കൂളുണ്ടെന്ന് അടയാളം. അപ്പൊ യേശു ചെയ്ത അത്ഭുതം എന്തായിരുന്നു? ഇവർക്ക് തിരിഞ്ഞത് യേശു എന്ത് തന്നു? അപ്പം തന്നു. യേശു എന്ത് ചെയ്തു? രോഗസൗഖ്യം തന്നു. യേശു പറഞ്ഞു, നിങ്ങള് രോഗസൗഖ്യം കിട്ടിയതും അപ്പം തിന്നതും ഓർമ്മയുണ്ടാവുന്നത്. എന്നാൽ അപ്പം തിന്നതും ഞാൻ രോഗികളെ സൗഖ്യമാക്കിയതും സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന യെശയ്യാവിന്റെ തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ഞാൻ മിശിഹാണെന്ന്, ഞാൻ രാജാവാണെന്നുള്ളതിന്റെ അടയാളമായിരുന്നു. അടയാളം തിരിച്ചറിഞ്ഞില്ല. ഇന്നത്തെ പെന്തക്കോസ്ത് പുരുഷാരത്തിന്റെ പ്രശ്നം ഇവിടെയാണ് എന്റെ പ്രിയരെ. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ വല്യപ്പൻ അപ്പന്റെ അപ്പനും എല്ലാം കൂടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. പുരുഷാരം, ഈ പുരുഷാരത്തോടെ യേശു പറഞ്ഞു, അപ്പം നിന്നതുകൊണ്ടൊന്നും പറയാൻ വരണ്ട. നിങ്ങൾക്ക് എന്റെ മാംസം തിന്നാമോ, എന്റെ രക്തം കുടിക്കാമോ? ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. എന്റെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മണ്ണ് തിന്നു, പക്ഷെ അവർ മരിച്ചുപോയി. എന്നാൽ എന്നെ തിന്ന് നിങ്ങൾ ജീവിക്കും. ഉടനെ അവരെന്നെ കഠിനവാക്ക്. ഇത് കേൾക്കാൻ ആർക്ക് കഴിയും? നമ്മൾ ചിന്തിക്കും, ഇവർക്കിത് മനസ്സിലാകാഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് പറഞ്ഞ. അല്ല, അവർക്ക് കാര്യം പിടികിട്ടി. എന്നാ പിടികിട്ടിയെന്ന് അറിയാമോ? യേശുവിന്റെ ക്രൂശ് അവിടുന്ന് ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ യഹൂദന് ഇടർച്ചക്കല്ലായിട്ട് തീർന്നു. അവര് പറഞ്ഞു, ഇത് കഠിനവാക്ക്. നേരത്തെ അത്ഭുതം ചെയ്ത 70 പേരുണ്ടല്ലോ, അവരും കൂടെ എന്ത് ചെയ്തു? അവനെ വിട്ടിട്ട് പിൻവാങ്ങിപ്പോയി. യോഹന്നാന്റെ സുവിശേഷം 6:66 വായിക്കണ്ട. യേശു ചോദിച്ചു, 12 പേരെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പത്രോസ് പറയുന്ന മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം. കർത്താവേ, ഞങ്ങളെ എങ്ങോട്ട് പോകാൻ? അപ്പം കിട്ടുന്ന സ്ഥലങ്ങൾ പലതുണ്ട്, രോഗസൗഖ്യം കിട്ടുന്ന സ്ഥലങ്ങൾ പലതുണ്ട്. ശബരിമല പോയാലും അത് കിട്ടും, പുട്ടവർത്തിയിലും പോയാലും കിട്ടും. എന്നാൽ നിത്യ ജീവന്റെ വഴികൾ യേശുവിന്റെ മക്കളെ ഉള്ളൂ. പുരുഷാരത്തിന്റെ സവിശേഷതയാണ്. അവർ യേശുവിനെ പിന്തുടർന്നത് ഇതിനു വേണ്ടി. ഈ പുരുഷാരമാണ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരെല്ലാം കൂടെ പറഞ്ഞു,
ഇന്ന് പ്രഭാതത്തിൽ മത്തായിയുടെ സുവിശേഷം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹാപുരോഹിതന്മാരുടെ കൂടെ ആരും കൂടെ ഉണ്ടായിരുന്നു എന്നറിയോ? പുരുഷാരവും ഉണ്ടായിരുന്നു. എന്റെ പ്രിയരെ, പുരുഷാരത്തോടല്ല കർത്താവിന് സംസാരിക്കാനുള്ളത്, ശിഷ്യന്മാരാണ്. ഗിരിപ്രഭാഷണത്തിന്റെ സ്റ്റാൻഡേർഡ് വളരെ വ്യത്യസ്തമാണ്. ഒന്ന്, ലോകത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു വാക്യം പെട്ടെന്ന് വായിച്ചേ, എന്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 6:8. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നോക്കുക, ഇന്ന് ഈ സ്റ്റാൻഡേർഡ് ദൈവസഭയിൽ കർത്താവ് പറയുന്നില്ല, നിങ്ങൾ ആരോട് തുല്യരാകരുത്? ജാതികളോട് തുല്യരാകരുത്. അവർക്ക് എപ്പോഴും എന്താ വേണ്ടിയെന്നറിയാമോ? എല്ലാ ജാതികളും അങ്ങനെയല്ല. എന്നാൽ ജാതികൾ മാക്സിമം ദൈവത്തെ വിളിക്കുന്നത് എന്നാണെന്നറിയാം, അവന്റെ ബിസിനസ് ശരിയാണ്. എനിക്കറിയാം, ബോംബെയില് ഒത്തിരി മാർവാടി ബിസിനസ് പീപ്പിൾ. ചിലപ്പോ അവരോടൊക്കെ അടുത്തൊക്കെ പോയിട്ടുള്ളവര് അവന്റെ ഡ്രോയർ വലിച്ചു തുറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്തോ ഉണ്ടെന്നറിയോ? അട്ടിയടുക്കി പൈസ ഇരിപ്പുണ്ട്, അതിന്റെ കൂടെ ഒരു കൊച്ചു വിഗ്രഹവും കാണും. അപ്പൊ അവന്റെ റിലീജിയൻ എന്നതിന് വേണ്ടിയിട്ടുള്ള റിലീജിയനാണ്. ബിസിനസ് പ്രോസ്പർ ചെയ്യാനുള്ള റിലീജിയനെ അവന് തിരിയത്തുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ ദുഃഖത്തോട് പറയട്ടെ, ഈ ജാതികളുടെ സ്റ്റാൻഡേർഡാണ് ഇന്ന് ദൈവസഭയിൽ വന്നേക്കുന്നത്. യേശു പഠിപ്പിച്ചതുണ്ട്, നിങ്ങൾ ജാതികളോട് തുല്യരാണ്. 2, 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. പ്രാർത്ഥിക്കുക, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആരോട് തുല്യരാകരുത്? ജാതികളോട് തുല്യരാണ്. 6-ാം അധ്യായം 32-33 വാക്യങ്ങൾ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ഇതെന്നായി പറയുന്നേ? തിന്നുന്നതും കുടിക്കുന്നതും എന്നുടുക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇതെന്നെ ഈ കർത്താവ് പറയുന്നത്, ഇതെന്റെ പരിപാടി. ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു. എനിക്കും ആദ്യം അല്പം ബുദ്ധിമുട്ട് തോന്നി. എന്നാ കർത്താവ് പറയുന്നത്? ഇതൊക്കെ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാല് എങ്ങനെയാ ജീവിക്കുന്നത്? കർത്താവ് പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ഡേ ടു ഡേ ലിവിംഗിൽ നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ ദൈവഭക്തി ഇതിന് മാത്രമുള്ള ഉപാധിയാണെങ്കിൽ നിങ്ങൾ ആർക്ക് തുല്യരാണ്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മുന്നമേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ഇവൻ ചെയ്യും, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ ജാതികളിൽ നിന്നും വ്യത്യസ്തര. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ അയൽവക്കക്കാരെ പോലെ ജോലിക്ക് പോകുന്നു, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു, അമ്പലത്തിൽ പോകുന്നല്ലേ പള്ളിയിൽ പോകും, പള്ളിയില് മാസവരി കൊടുക്കുന്നു, അല്ലെങ്കിൽ വാട്ടോ യുനൈന്. നമ്മളും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ അത്രയൊന്നും കൃത്യതയൊന്നും ഇടില്ല. കാരണം ഇവിടെ ഞങ്ങൾക്ക് ആത്മാവിന്റെ പ്രമാണം. പള്ളിയിലാണെന്നുണ്ടെങ്കിൽ 40 ദിവസത്തെ നോയമ്പിപ്പം നടക്കുക, എല്ലാ ദിവസവും അവിടുത്തെ ബിലീവേഴ്സ് വരും. എന്നാൽ ഇവിടെ ആഴ്ച 2 മീറ്റിംഗ് ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് നമ്മുടെ ചിന്ത. യേശു പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അത്രയുണ്ടെങ്കിൽ നിങ്ങൾ ജാതികളെ കൊടുക്കാം.
സ്വർഗസ്ഥനാകുന്ന പിതാവ് ഇത് നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്ന നിലയിൽ സ്വർഗസ്ഥനാകുന്ന പിതാവിന്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ ദിനം തോറുമുള്ള ജീവിതത്തിലും സ്വർഗസ്ഥനാകുന്ന പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, വ്യത്യസ്തരായി നമ്മുടെ സ്വഭാവത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ശിഷ്യരാ. Praise the Lord. പത്രോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്നത്. When was the last time somebody asked about the hope that is in me? ഓരോരുത്തരൊന്ന് ചോദിച്ചു, എപ്പോഴാണ് എന്നിലുള്ള പ്രത്യാശയെ കുറിച്ച് എന്റെ അയൽവക്കക്കാരൻ ന്യായം ചോദിച്ചത് എന്നാണ് ഓർക്കാൻ കഴിയുന്നു? ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളും അവരെ പോലാണ്. വ്യത്യാസമില്ല. യേശു പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഒന്ന്, ഞാൻ വാക്കുകളെ പെട്ടെന്ന് അവസരം. ഒന്ന്, നമ്മൾ ജാതികളിൽ നിന്നും വ്യത്യസ്തരാണ്. രണ്ട്, നോമിനൽ ക്രിസ്ത്യൻഡത്തിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണ്. സാമുദായികമായിട്ട് യേശുവിനെ പിൻപറ്റുന്നു എന്ന പേര് കൽപ്പിക്കുന്നവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണ്. അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച പറയാം. പക്ഷെങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് മുൻപ് കാഹളം ധരിച്ചാൽ ഹല്ലേലൂയ, അവൻ കോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെക്കും, അതിലെല്ലാം കടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അതുകൊണ്ട് ഇന്ന് ആ ശിഷ്യത്വത്തിന്റെ സമർപ്പണത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും എവിടെയുണ്ടെങ്കിൽ ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു സുപ്രസാദകാലം. അവനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുക. നാളത്തെ ദിവസം നമുക്ക് ലഭിക്കുമോ എന്നറിയത്തില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ കർത്താവേ, നിന്റെ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനത്താൽ എന്നെ ഒന്ന് മുറിക്കണമേ. നീ മുറിക്കുന്നുവെങ്കിൽ നീ മുറിവ് കെട്ടി എന്നെ ശുദ്ധീകരിക്കാനും എന്നെ സൗഖ്യമാക്കുവാനും നീ വിശ്വസ്തനാണല്ലോ. നിന്റെ ഇരുവായ്ത്തലയുള്ള ആത്മാവിന്റെ വാണെന്ന തിരുവചനം കൊണ്ട് എന്നെ ഒന്ന് മുറിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലമാ. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് നമ്മെ മുറിച്ചു എങ്കിൽ അതിന്റെ അർത്ഥം ദൈവാത്മാവ് നമ്മെ സ്നേഹിക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ആത്മാവിന്റെ ആ നഡ്ജിങ്ങിന് ക്രമമായി സാവധാനതയിൽ നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ അവഗണിച്ച് മുന്നോട്ട് പോകരുത്. ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് രാജാവ് മടങ്ങി വരുന്നു. ഹല്ലേലൂയ. നമുക്ക് അവനായി കാത്തിരിക്കാം, അവനായി ഒരുങ്ങാം. ദൈവവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.